ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഡിവൈസിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതൊരു ജിംബലാണ്. DJI എന്ന ബ്രാൻഡിൻ്റെ ഓസ്മോ മൊബൈൽ 6 അതാണ് ഈ ജിംബലിൻ്റെ വെർഷൻ. ഐഫോൺ യൂസ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വീഡിയോയുടെ സ്റ്റെബിലൈസേഷന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ MRP ഏകദേശം 17,999 രൂപയാണ്. ആമസോണിൽ നിന്ന് എനിക്ക് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 12,000 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനിതിന് മുന്നേ ജിംബൽ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഫോൺ കണക്ട് ചെയ്യാനുള്ള ക്ലാമ്പാണിത്. ഇത് ഫോണിൽ കണക്ട് ചെയ്തതിനു ശേഷം ഈ ക്ലാമ്പാണ് നമ്മൾ ജിംബലിൽ കണക്ട് ചെയ്യുന്നത്. ഇനി അതിനകത്തുള്ളത് ട്രൈപോഡാണ്, ട്രൈപോഡ് സ്റ്റാൻഡ്. ജിംബൽ എവിടെയെങ്കിലും നമുക്ക് ഭദ്രമായിട്ട് തറയിൽ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡ് യൂസ് ചെയ്യാം. ഇതിനുള്ളിലാണ് നമ്മുടെ ജിംബൽ. അപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ജിംബൽ, അതിനുള്ള ടൈപ്പ്-C ഡാറ്റ കേബിള്, ക്ലാമ്പ്, പിന്നെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ്, ഇത് കീപ്പ് ചെയ്യാനുള്ള പൗച്ച്. ഈ ട്രൈപോഡ് സ്റ്റാൻഡ് നമുക്ക് ഇതിലിങ്ങനെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം ഇവനെ ഇങ്ങനെ നമുക്ക് നിവർത്തി റെഡി വയ്ക്കാൻ പറ്റും. എത്ര ഞാനിത് മാറ്റി വയ്ക്കുന്നത്. ഇനി ഇതിന് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ജിംബൽ ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓണാകുന്ന ശബ്ദമാണ് കേട്ടത്. നമ്മളിത് തിരിച്ച് അതുപോലെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ആവും. അപ്പോഴും ഒരു ട്യൂണുണ്ട്. ഞാനത് വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്ലാമ്പ് യൂസ് ചെയ്ത് ഇവിടെയാണ് ഫോൺ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഐഫോണിൽ DJIയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ക്ലാമ്പിലേക്ക് ഫോൺ വയ്ക്കാം. ക്ലാമ്പിൻ്റെ അടിഭാഗത്ത് മാഗ്നറ്റാണുള്ളത്. ക്ലാമ്പിൻ്റെ ഒരു സൈഡിൽ അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കർ ഒട്ടിച്ച ആ സെയിം സൈഡിൽ തന്നെ ഫോണിൻ്റെ ക്യാമറ വരുന്ന ഭാഗം കണക്ട് ചെയ്യണം എന്നാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത്. ക്ലാമ്പിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ മാഗ്നറ്റിലേക്ക് ജിംബൽ നമ്മൾ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. ഒരു ആരോ മാർക്ക് ഇട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടതെന്ന്. പ്രോപ്പർലി പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ലോക്കാവും. ആ ലോക്ക് ആയാൽ മാത്രമേ നമുക്ക് സേഫായിട്ട് ഫോണിൽ കണക്റ്റായി എന്ന് പറയാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ തറയിൽ വീഴാം. അതുകൊണ്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർലി ലോക്ക്ഡ് ആയി എന്ന് ഇൻഷുർ ചെയ്യാം. നമുക്ക് ജിംബലിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. പക്ഷേ ഏറ്റവും സ്റ്റെബിലൈസേഷൻ കിട്ടുന്നത് ലെങ്ത് കുറഞ്ഞിരിക്കുമ്പോഴാണ്. ലെങ്ത് കൂടുന്തോറും സ്റ്റെബിലൈസേഷൻ ചെറിയ കുറവുകളൊക്കെ വരാറുണ്ട്. വീഡിയോ ഷേക്കിങ് കൂടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലെങ്ത് കുറച്ച് വെച്ചിരുന്നാൽ അത്രയും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. DJIയുടെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കിയതിന് ശേഷം ഡിവൈസ് കണക്ഷൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡിവൈസ് ആപ്ലിക്കേഷനായിട്ട് പെയർ ചെയ്യുക. ഓതൻറ്റിക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. കുറച്ച് നേരം ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ സ്വിച്ചൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഓറിയൻറ്റേഷൻ, ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ഒക്കെ ആക്കാനായിട്ട് ആ സ്വിച്ച് ഹെൽപ്പ് ചെയ്യും. ആ ജോയ്സ്റ്റിക്കിൽ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ടോപ്പ് പോർഷനിലേക്കും താഴേക്കും ഒക്കെ മൂവ് ചെയ്യാനായിട്ട്, സ്മൂത്തായിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ നോക്കി. മലയാളികൾ അധികവും ഇതിനെക്കുറിച്ച് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. ഇംഗ്ലീഷുകാരാണ് കൂടുതലായിട്ടും വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് പറയുന്നത്. എനിക്കും കുറച്ച് നേരം അത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ തന്നെ ആ വീഡിയോ ക്വാളിറ്റിയിൽ വന്ന വ്യത്യാസം മനസ്സിലായി. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.
you.